ഓക്കെ 11 മണിക്ക് കാടി തരാം. കറവക്കാരൻ തിണ്ടി ഇവിടെ ഇല്ല, കാളേനെ വരെ കറക്കണവനാ. ചന്ദ്രേട്ടാ. അതെ, ചന്ദ്രനാണ്. എന്നിട്ട് ഒരു കുപ്പി പാലെടുക്കാണ്ടോ ചന്ദ്രേട്ടാ? പാലല്ലടാ, തൈര്. എടാ, നിനക്കൊക്കെ ഞാൻ വീട്ടില് പാലങ്ങ് കൃത്യം എത്തിക്കുന്നില്ലേ? പിന്നെ എന്താടാ നീ ഇപ്പൊ എന്ത് വന്ന? ചേച്ചിയുടെ സിങ്ക് നന്നാക്കണമെന്ന് പറഞ്ഞായിരുന്നേ. ചേച്ചിയുടെ സിങ്ക്? അതെ, അത് ഞാനങ്ങ് അഴിച്ചു. ഇവിടെ പാത്രം കഴുകുന്നത് ഞാനാ. സിങ്ക് എനിക്കത്ര സിങ്കല്ല. പോരെങ്കിൽ ഞാൻ തറയിൽ നിലത്തിരുന്ന് അന്തസ്സായിട്ട് കഴുകും. ഞാൻ പോവാണ്, എനിക്ക് വേറെ സിങ്ക് കിട്ടും നാട്ടില്. കഴുകാം. ഇവനാ ജിമ്മൻ ജോർജ്, ഈ കാട്ടുമാക്ക. ചേട്ടാ, 3 പാൽ, ഒരു പ്ലെയിൻ, ഒരു ഹോർലിക്സ്, ഒരു ബൂസ്റ്റ്. എനിക്ക് അടുത്ത ഒരു ഹോർലിക്സ്. ബൂസ്റ്റ് കുടിച്ചിട്ട് നേരെ കുറച്ചായി. പാല് പാല് നാളെ അടിച്ച ഒരൊറ്റ ചായ. ചേട്ടോ, ഈ പ്രായത്തിൽ പാൽ അത്ര നല്ലതല്ല. അമ്മാമ്മേ, ആകെ പൊടി പിടിച്ചു. അമ്മാമ്മേ, ആകെ ഒരൊറ്റപ്പെള്ളാണ് അമ്മാമ്മ. പഴയ പോലെയല്ല, നാവിനൊരു രുചിയില്ല. കറിക്കൊക്കെ എന്തോരം മസാല ഇട്ടാലുണ്ടല്ലോ, എനിക്ക് മാത്രം ചിക്കനൊക്കെ ഒരു പച്ച ചൊവ്വയാണ്. അത്രയ്ക്ക് മടുപ്പാണ്. അമ്മാമ്മയ്ക്ക് ഓർമ്മയുണ്ട, അപ്പച്ചനും അമ്മച്ചയും എന്നെ കൂട്ടാണ്ട് കൊടൈക്കനാലിൽ പോയപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മുട്ടക്കോഴിനെ പിടിച്ച് മൊപ്പാസ് അടിച്ച്, അതൊക്കെ ഇന്നലെ ഇന്ന് സ്വപ്നം കണ്ട്. അമ്മാമ്മനെ കാണണമെന്ന് തോന്നിയോണ്ട് വന്ന അമ്മമ്മ. സുഖമല്ല അമ്മമ്മ? ശലമോനെ, എന്താടാ ഒറ്റക്കൊരു ടിക്ടോക്ക്? ഒറ്റയ്ക്കാകുമ്പോഴാണല്ലോ ജിജി വന്ന വഴിയൊക്കെ നമ്മൾ ഓർക്കണത്. എടാ, നീ എന്നതൊക്കെ ഈ പറയുന്നത്? ഞാൻ എന്നാ ചെയ്തിട്ടാ? ഇത് കേട്ടാ അമ്മാമ്മ, ഇപ്പം ഞാനായി പ്രതി. അല്ലെങ്കിൽ ഞാനൊക്കെ കാട ഫ്രൈ കിടക്കണ കറിവേപ്പിലാണല്ലോ. ഒരു പ്ലേറ്റ് വന്ന വരെ കാട ഫ്രൈയുടെ ഒപ്പം ഉണ്ടാവും. അത് കഴിയുമ്പോൾ കാട ഫ്രൈ ആകത്തും, ഞാൻ കറിവേപ്പില പുറത്ത്. എടാ ശലമോനെ, നീ പോയ പിന്നെ ഒരു രസവും ഇല്ല. ഒരു ടിക്ടോക്ക് ചെയ്തിട്ട് എത്ര നാളായിന്നറിയോ? എന്നിട്ടാണ് അടി പുല്ലേ നീ രാവിലെ കാബാലി അപ്ലോഡ് ചെയ്ത് തിണ്ണി കണ്ടല്ലേ? എന്നിട്ടാണോടാ നീ ലൈക്ക് അടിക്കഞ്ഞേ? എടാ, നീ കറിവേപ്പിലയാണെങ്കിലേ അത് അരച്ച് തേച്ചിട്ട് ഈ ജിജിക്കാടെ തിളച്ച എണ്ണയിലേക്ക് എടുത്ത് ചാടും. പ്ലേറ്റിൽ നമ്മൾ ഒന്നിച്ചായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല കറിവേപ്പില അരച്ച് തേച്ച കാട ഫ്രൈ, നല്ല പൂമെത്ത പോലെ കിടക്കുന്ന ക്യാബേജ്, നല്ല സവോള, എന്നിട്ട് ആ മയോണൈസ് മുങ്ങ വെമ്പി നിൽക്കുന്ന ആ കറിവേപ്പില അരച്ച് തേച്ച കാട ഫ്രൈ. അപ്പൊ അരച്ചേർത്ത് ഓക്കെ ആണല്ലേ? പിന്നല്ലാതെ.